സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പരീക്ഷകളെക്കാൾ കുറച്ചും കൂടി ഒരു എഫോർട്ട് ഇടേണ്ടി വരും. ഈ പരീക്ഷ കുറച്ച് ടഫാണോ എന്നുള്ളൊരു തോന്നലുണ്ടാകാം, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നേക്കാം. ഈ ഒരു പരീക്ഷ സാധാരണക്കാരൻ ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു വർഷത്തെ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തെ പ്രിപ്പറേഷൻ പ്ലാന് മുന്നേ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കണം, നമ്മൾ ഈ പ്രിപ്പറേഷനെ പറ്റിയിട്ട് കൺവിൻസ്ഡ് ആണോ അതോ കൺഫ്യൂസ്ഡ് ആണോ എന്നുള്ളത്. കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതിനൊന്ന് മാറ്റിയെടുക്കുക. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളാണ്, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ പ്രിപ്പറേഷനിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആകുകയാണ് വേണ്ടത്. ഇനി പ്രിപ്പറേഷനിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 1 month ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ കുറച്ച് കോംപ്ലക്സിറ്റീസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ഫേസ് ആയിട്ട് ആദ്യത്തെ ഒരു മാസത്തിന് ഒന്ന് കാണുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എക്സാമിൻ്റെ ഒരു ഘടന, ഈ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ, ഈ 3 ഘട്ടങ്ങൾ എങ്ങനെയാണുള്ളത്, അതിലൂടെ എന്താണ് UPSC ഡിമാൻഡ് ചെയ്യുന്നത്, ആ എക്സാമിൻ്റെ നേച്ചർ എന്താണ്, മാത്രമല്ല സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് UPSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് UPSC എങ്ങനെയാണ് ഈ പരീക്ഷ നടത്തുന്നതെന്നുള്ളതും അത് എപ്പോഴാണ് വരുന്നതെന്നുള്ളതും സർവീസസിനെ പറ്റിയിട്ടും എക്സാമിൻ്റെ സബ്ജക്ട്സിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടോപ്പേഴ്സിൻ്റെ ടോക്ക് കേൾക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഒരു ഇൻസൈറ്റ് എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിലുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഈ തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ടറി ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഉണ്ട്, വെദർ യു ഹാവ് ടു ഗോ ഫോർ കോച്ചിങ് ഓർ നോട്ട് എന്നുള്ളത്. ഈ കോച്ചിങ്ങിന് പോണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു സിവിൽ സർവീസ് അക്കാഡമി നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന, പ്രിപ്പറേഷനിലോട്ട് കൊണ്ടുവരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രിപ്പറേഷനെ വളരെ എളുപ്പമാക്കുന്നതായിട്ട് കാണാൻ പറ്റും. എങ്ങനെ എളുപ്പമാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു സ്കെഡ്യൂൾ നമുക്ക് കിട്ടും. സബ്ജക്റ്റിൻ്റെ ലെക്ചേഴ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി എളുപ്പമാവും. പിന്നെ ഒരു പിയർ പ്രഷർ ഉണ്ടാവും, ഒരു പിയർ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് ഇത് പഠിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേര് പഠിക്കാനായിട്ട് ഉണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു സിവിൽ സർവീസ് അക്കാഡമി കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഏത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്ന ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു പ്രിപ്പറേറ്ററി ഫേസിലാണ്. പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ ഒരു 3 മാസത്തിലോട്ട് വരുമ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മളൊരു പുതിയൊരു പരീക്ഷയിലോട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഘടനയെ പറ്റിയിട്ടും അതിൻ്റെ പ്രിപ്പറേഷനെ പറ്റിയിട്ടും കുറച്ച് ഡൗട്ടുകൾ നമുക്ക് എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന 3 മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് NCERT ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. കാര്യം ഓരോ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ NCERT ബുക്കിലൂടെ അവൈലബിൾ ആണ്. രണ്ടാമതായിട്ട് ഡെയിലി ലെക്ചേഴ്സ് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ലെക്ചേഴ്സ് വളരെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ടാവും. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ചെയ്യുക എന്നുള്ളത്. ഈ ന്യൂസ് പേപ്പർ റീഡിങ് തുടക്കത്തിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പം എന്നും ന്യൂസ് പേപ്പർ വായിച്ച് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ ദി ഹിന്ദു പോലത്തെ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോലത്തെ ഒരു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കലി ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിൻ്റെ വൊക്കാബുലറി ആണെങ്കിലും അതിൽ ഏതാണ് UPSCക്ക് റിലവൻ്റ് ആയിട്ടുള്ളത് അല്ലാത്തത്, ഇതൊക്കെ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ എന്തായാലും ഒരു 2 മണിക്കൂറെങ്കിലും ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല. അത് സമയം കൂടുതൽ എടുക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യവുമില്ല. ഇനി ഈ സമയത്ത് ഈ ആദ്യത്തെ ഒരു 3 മാസത്തിൽ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓപ്ഷണൽ ചൂസ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. പല ആസ്പിറൻസും ഓൾറെഡി ഓപ്ഷണൽ ചൂസ് ചെയ്തിട്ടാണ് കോച്ചിങ്ങിന് വരാറുള്ളത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3 മാസം ഒരു ബഫർ ടൈമായിട്ട് ഓപ്ഷണലിൻ്റെ കാര്യത്തിൽ ഇട്ടാലും നല്ലതായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് വേണ്ട ഓപ്ഷണൽ ഏതാണെന്ന് അറിയാൻ, അതിൻ്റെ ന്യൂവാൻസസ് തിരിച്ചറിയാനായിട്ട് കുറച്ച് സമയം വേണം. നമ്മൾ NCERT ബുക്സ് വായിക്കുമ്പോൾ, ഡെയിലി ലെക്ചേഴ്സ് കേൾക്കുമ്പോൾ, നമ്മുടെ മെൻറ്റേഴ്സും നമ്മുടെ കൂട്ടത്തിലുള്ള ആസ്പിറൻസിൻ്റെ അടുത്ത് നിന്ന് അവരുടേതായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഓപ്ഷണലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഓപ്ഷണൽ തുടക്കത്തിൽ തന്നെ എടുക്കാതെ ഒരു 3 മാസത്തെ ആ ഒരു തുടക്ക സമയത്തുള്ള ഇൻഫർമേഷനും കൂടി കിട്ടിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും ഉചിതം. ഈ 3 മാസത്തെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ആ ഒരു തുടക്കത്തിലുള്ള ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തിയതിന് ശേഷം കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു 4 മാസം അവിടെ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള, കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളിലോട്ട് കടക്കുന്നുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷണലായിട്ട് ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്.
രണ്ടാമതായിട്ട് ഡെയിലി നമ്മൾ സബ്ജക്ട്സ് കേൾക്കുന്നുണ്ട്, അത് പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങുക എന്നുള്ളതാണ്. ഈ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതൊരു ആർട്ട് തന്നെയാണ്. ക്വസ്റ്റിന്റെ ഡിമാൻഡിനെ മനസ്സിലാക്കുക, അത് കൺസൈസ് ആയിട്ട് എഴുതുക, ആൻസറിനെ സ്ട്രക്ചർ ചെയ്യുക. അപ്പം അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ തുടക്കത്തിലുള്ള ആദ്യത്തെ 3 മാസത്തിൽ തന്നെ എന്താണ് മെയിൻസ് ആൻസർ എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അതൊരു പ്രാക്ടീസ് ആയിട്ട് ചെയ്യേണ്ടത് ഈ വരാൻ പോകുന്ന 4 മാസം 5 മാസം സമയത്താണ്. അതിനോടൊപ്പം തന്നെ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസും സ്റ്റാർട്ട് ചെയ്യുക. പ്രിലിംസ് ഈ സമയത്ത് തുടങ്ങുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ മെയിൻസിന്റെയും പ്രിലിംസിന്റെയും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫീഡ്ബാക്ക് എടുക്കുകയും വേണ്ട ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അവസാനത്തെ ഒരു പ്രിലിംസിന് മുന്നേ ഉള്ള ഒരു 3 മാസത്തെ പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ്. പ്രിലിംസ് അടുക്കുമ്പോഴേക്കും മെയിൻസിൽ നിന്ന് കാലെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം അവസാനത്തെ പ്രിലിംസിന്റെ ആ ഒരു ഹീറ്റിലോട്ട് നമ്മൾ കയറുക എന്നുള്ളതാണ്. കുറെ കൂടി ഇൻറ്റൻസീവായിട്ട് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം അവസാനം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിന്റെ എണ്ണം കൂട്ടുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. പിന്നെ പ്രിലിംസിന് വേണ്ട രൂപത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, കുറച്ചും കൂടി ഫാക്ച്വൽ ആയിട്ട് കുറച്ചും കൂടി കൺസെപ്ഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷനിലോട്ട് മാറ്റുക. ഈ സമയത്ത് മെയിൻസ് മൊത്തത്തിൽ വിടാൻ ഞാൻ പറയില്ല, കാര്യം മെയിൻസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രിപ്പറേഷൻ ചെറിയ രൂപത്തിൽ പോവുക. ഇപ്പോൾ ഒരു മെയിൻസ് ആൻസർ ഡെയിലി എഴുതാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് മതിയാവും. ആ രൂപത്തിലുള്ള മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രിലിംസിന് ഫോക്കസ് കൊടുക്കുന്ന ഒരു സമയമായിട്ടാണ് അവസാനത്തെ ഒരു 3 മാസത്തിനെ കാണേണ്ടത്. ആ സമയത്തിൽ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. മെയിൻസിന് വേണ്ട കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിലിംസ് എക്സാമിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് 3 മന്ത്സ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഈ ഒരു 1 ഇയർ പ്ലാൻ കേൾക്കുന്ന നിങ്ങൾക്ക് ഈ പരീക്ഷ കുറച്ച് ടഫാണോ എന്നുള്ളൊരു തോന്നലുണ്ടാകാം, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ IPSന്റെ ഉന്നത പദവിയിലോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള പരീക്ഷകളെക്കാൾ കുറച്ചും കൂടി ഒരു എഫോർട്ട് ഇടേണ്ടി വരും. പക്ഷെ വേറൊരു കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, ഈ ഒരു പരീക്ഷ സാധാരണക്കാരൻ ക്രാക്ക് ചെയ്തിട്ടുള്ളൊരു പരീക്ഷയാണ്. അതുകൊണ്ട് ഈ ഒരു പരീക്ഷ എല്ലാവർക്കും സാധ്യമാകും എന്നുള്ളത് ഉറപ്പ് തരാനായിട്ട് എനിക്ക് പറ്റും.